അങ്ങനെ കേരളത്തിന്റെ നിരന്തര സമ്മർദ്ദം ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ നിരന്തര ആവശ്യം കണക്കിലെടുത്താണ് തീരുമാനം. വിജയൻ വായാന്തോട് തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയൻ, ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടോ എന്നതാണ്. അങ്ങനെയൊരു പ്രഖ്യാപനം നിലവിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും സംസ്ഥാനത്തിന്റെ നിരന്തര ആവശ്യവും നിരന്തരമായ സമ്മർദ്ദവും ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അത് അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഇക്കാര്യം കേരളത്തിന്റെ അതായത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിശ്വാളിനെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി രാജേഷ് ഗുപ്തയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് നിലവിൽ നൽകിയിരിക്കുന്നത്. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നിലവിൽ ആവശ്യത്തിനുള്ള പണം സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഈ കത്തിൽ പറയുന്നുണ്ട്. അതിനർത്ഥം കൂടുതൽ പണം നമുക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായ വിശദീകരണം ഇനിയും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഇന്റർ മിനിസ്റ്റീരിയൽ ടീം കേരളത്തിലെ വയനാട് മുണ്ടക്കൈ മേഖലകളിൽ ഒക്കെ നടത്തിയ റിപ്പോർട്ടിന്റെ അതായത് പഠനത്തിന്റെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇതൊരു അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം, അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ സംസ്ഥാന സർക്കാരിന് സ്വാഭാവികമായും ലഭിക്കേണ്ടതാണ്. നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ കൂടി അനുമതി സ്ഥലമേറ്റെടുപ്പിന് ഉൾപ്പെടെ ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ വേഗത്തിൽ പുനരധിവാസം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഈ നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ വന്നിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം ഏറ്റവും ആശ്വാസം നൽകുന്നത് തന്നെയാണ്. കാരണം ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ പുനരധിവാസം പൂർത്തിയാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് സാമ്പത്തികമായി വലിയ തരത്തിലുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം, ഈ അറിയിപ്പ് പ്രകാരം തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിൽ നിന്ന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടികളിലേക്ക് ഇനി സംസ്ഥാന സർക്കാരിന് കടക്കാൻ കഴിയും. അത്തരം തീരുമാനങ്ങൾ ഏത് രീതിയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ കൃത്യമായി ഒരു പ്ലാൻ തയ്യാറാക്കി ആണ് സംസ്ഥാന സർക്കാർ കണക്കുകൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ളത്. ഒരു ടൗൺഷിപ്പ് മോഡലുള്ള പുനരധിവാസം സംസ്ഥാന സർക്കാർ നടത്താൻ തീരുമാനിക്കുകയും അത് കോടതിയെ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള പൂർണ്ണമായ അംഗീകാരം കോടതിയിൽ നിന്നും ലഭിച്ച സാഹചര്യത്തിലാണ് അത്തരം നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലേക്ക് സംസ്ഥാന സർക്കാർ നിലവിൽ കടന്നിട്ടുള്ളത്. എന്തായാലും അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിശ്വാളിന് നിലവിൽ കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് ഗുപ്തയുടെ കത്ത് അത് തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. വിജിന്, നമ്മളുടെ ഏതാണ്ട് 3-4 മാസക്കാലത്തെ ആവശ്യമാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇതിപ്പോ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ എംപിമാർക്ക് അടക്കമുള്ളവർക്ക് അവരുടെ എംപി ഫണ്ടിൽ നിന്നടക്കം നമ്മെ സഹായിക്കാൻ കഴിയും. അതിനൊക്കെ ഉപരി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് സഹായം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിപ്പോ ദുരന്ത പ്രത്യേക ധനസഹായം ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ആവശ്യത്തിന് പണം നൽകി എന്നുള്ളതാണ് ഈ റിലീസിൽ കാണുന്നത്. അത് പക്ഷേ നമുക്ക് വയനാടിന് വേണ്ടി മാത്രമായി ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, അങ്ങനെ ഒരു പരിമിതിയുണ്ട്. അത് മാത്രവുമല്ല, ഇതിന്റെ SDRFന്റെ ഫണ്ട് സംബന്ധിച്ച് അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഒരു വീട് വെക്കുന്നതിനായാലും മറ്റ് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ പണം മാത്രമാണ് അതിൽ നിന്ന് വിനിയോഗിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക പാക്കേജ് എന്ന കേരളത്തിന്റെ ആവശ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അക്കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വിജിൻ, അതുതന്നെയാണ് ഞാൻ നേരത്തെ വ്യക്തമാക്കിയ കാര്യം. ഇതിൽ ഈ കത്തിൽ കൃത്യമായ അത്തരത്തിലുള്ളൊരു കാര്യം വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള സാമ്പത്തിക സഹായമാണ് കേരളത്തിന് നിലവിൽ ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ അതിതീവ്ര ദുരന്തമായി വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ പ്രഖ്യാപിക്കണം എന്നുള്ളത്. വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ആവശ്യം നിലവിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേക സാമ്പത്തിക സഹായം എന്ന കേരളത്തിന്റെ ആവശ്യം ഉൾപ്പെടെ നിലവിൽ അത് പരിഗണിച്ച
പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഈ കത്തിൽ. എന്തായാലും ഈ കത്തിൽ വ്യക്തമാക്കുന്നത്, അതായത് ഇന്റർ മിനിസ്റ്റീരിയൽ ടീം, കേന്ദ്ര സർക്കാരിന്റെ ഈ ദുരന്തം പഠിക്കാനെത്തിയ ടീം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ധനസഹായം സംബന്ധിച്ച വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇതുവരെ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.